എപ്പിസോഡിന്റെ തുടക്കത്തിലായി കാണുന്ന ഇങ്ങരുടെ പേരാണ് ഷേപ്പ് ക്ലർക്ക്. ഇദ്ദേഹം നട്ടപ്പാതിരക്ക് മീൻ പിടിക്കാനായി വന്നതാണ്. അങ്ങനെ ഇയാളാവട്ടെ ഉള്ളിൽ നിന്ന് അയാളുടെ സീനിയർ ഓഫീസറായ ലോണിനോട് തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വയസ്സാം കാലത്ത് തന്റെ ഭാര്യ ഇട്ടുപോയതിന്റെ വിഷമം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മുടെ ലോണിന് ഒട്ടും താല്പര്യമില്ല. അയാളുടെ ശ്രദ്ധ ഷേപ്പ് ക്ലർക്ക് പോയോണ്ടിരിക്കുന്ന ബോട്ടിന്റെ റഡാർ സിസ്റ്റത്തിലോട്ടാണ്. ലോൺ ഒട്ടും വൈകാതെ എന്തോ ഒരു വലിയ അപകടം കണ്ടുപിടിക്കുന്നു. അത് നമ്മുടെ ഷേപ്പ് ക്ലർക്കിന്റെ അടുത്ത് പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ റഡാർ സിസ്റ്റം മൊത്തത്തിൽ തന്നെ അടിച്ചു പോകുന്നു. ക്ലർക്കിന്റെ ബോട്ടിന്റെ ഉൾഭാഗത്തെ ലൈറ്റ് മാത്രം മൊത്തത്തിൽ പോയേക്കാണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഡിവൈസും അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അയാൾ ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ബോട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് ആകാശത്തോട്ട് നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിൽ കൂട്ടമായി കടൽക്കാക്കകളാവട്ടെ പറന്നു പോകുന്നുണ്ട്. അതും നട്ടപ്പാതിരക്ക്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് അങ്ങനെ നിൽക്കുന്ന സ്ഥലം മുഴുവനും മഞ്ഞ് കൊണ്ട് മൂടുന്നു. അയാൾക്കും ഇതെന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ആ കോടമഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഷേപ്പ് ക്ലർക്കും മാഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ബോട്ടും പതിയെ മാഞ്ഞു പോകുന്നു. ആ ഭാഗത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ ബോട്ട് നിൽക്കുന്ന ഭാഗം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ടുള്ള ഐലൻഡ് ആണ് കാണിക്കുന്നത്. ആ ഐലൻഡിന്റെ പേരാണ് വിഡോസ് ബേ.